ഹായ് എവരി വൺ. എല്ലാവർക്കും ലേൺ ആൻഡ് ട്രേഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു സ്റ്റോപ്പ് ലോസ് ഇല്ലാണ്ട് ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാം എന്നുള്ളതാണ്. അതായത് എല്ലാവരുടെയും ഒരു പേടിയാണല്ലോ സ്റ്റോപ്പ് ലോസ് എന്നുള്ളത്. പേടിയാണ്, അതുപോലെ തന്നെ ആവശ്യമുള്ള സാധനവും കൂടിയാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് വലിയ വോളറ്റൈൽ മാർക്കറ്റ് ആകുമ്പോൾ നമുക്ക് ചറവറ സ്റ്റോപ്പ് ലോസ് അടിക്കാറുണ്ട്. ആൻഡ് ചിലപ്പോൾ നമ്മളൊരു 1-2 സ്റ്റോപ്പ് ലോസ് അടിച്ചതിന് ശേഷം പിന്നെ നമുക്ക് നെക്സ്റ്റ് ട്രേഡിൽ കയറാൻ പേടിയാവാറുണ്ട്. അതായത് പിന്നെ വരുന്ന ട്രേഡ് നമുക്കത് വീണ്ടും സ്റ്റോപ്പ് ലോസ് ഇട്ടാവോ, അതല്ലെങ്കിൽ നമുക്ക് വീണ്ടും ലോസ് വരുമോ. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ സ്റ്റോപ്പ് ലോസ് വെക്കും, പയ്യെ ഒരു 10 പോയിൻറ്റ്സ് ആയിരിക്കും സ്റ്റോപ്പ് ലോസ് വെക്കുന്നത്. ഒരു 5 പോയിൻറ്റ്സ് ഇപ്പോൾ നിഫ്റ്റിയിലൊക്കെ ആണെങ്കിൽ ഒരു 5 പോയിൻറ്റ്സ് ഒക്കെ ഡൗൺ ആകുമ്പോൾ ഈ 10 എന്നുള്ളത് നമ്മൾ 15 ആവും, 15 20 ആവും, 20 25 ആവും. അങ്ങനെ നമ്മൾ സ്റ്റോപ്പ് ലോസിന് ഇങ്ങനെ വലുതാക്കി കൊണ്ടുവരാറുണ്ട്. അങ്ങനെ ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ സ്റ്റോപ്പ് ലോസിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് സ്റ്റോപ്പ് ലോസിനെ ഒഴിവാക്കിക്കൊണ്ട്, അതല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസിൻ്റെ ഇമോഷൻസിനെ നമ്മൾ ഓവർകം ചെയ്തുകൊണ്ട് എങ്ങനെ ട്രേഡ് ചെയ്യാം, അതിൻ്റെ ഒരു സെറ്റപ്പ് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക, ആൻഡ് അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കാം. അപ്പോൾ നമ്മുടെ എല്ലാ ദിവസവും നമ്മൾ വീഡിയോ ലൈവ് മാർക്കറ്റൊക്കെ ആയിട്ട് നമ്മുടെ മാർക്കറ്റ് അനാലിസിസ് ഒക്കെ ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ ജോയിൻ ചെയ്യാം. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ എല്ലാ ദിവസവും ലൈവ് വരുമ്പോൾ അതിൽ ജോയിൻ ചെയ്തിട്ട് എന്തെങ്കിലും കൺഫ്യൂഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ അതിലൂടെ ക്ലിയർ ചെയ്യാൻ പറ്റാവുന്നതാണ്. എന്തായാലും നമുക്ക് ഇന്നത്തെ ഇതിലേക്ക് കടക്കാം. ആൻഡ് ഇത് നമ്മുടെ ഡിസ്കോഡ് ചാനലാണ്. ഡിസ്കോഡിൽ നമ്മൾ അത്യാവശ്യം ഇവിടെ വരെ നമ്മൾ പൊസിഷണൽ ട്രേഡ് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ മിക്കവാറും എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാറുണ്ട്. ഇവിടെ നമ്മൾ ഇവിടെയാണ് നമ്മൾ സ്പ്രെഡ് വെച്ചിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കിയതാണ് ഇവിടെ കാണുന്നത്. ആൻഡ് അതോടെ തന്നെ നമുക്ക് ലോസ് വരുമ്പോഴും ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇതും പ്രോഫിറ്റാണ്. ഓക്കെ, ഇവിടെ നമ്മൾ ഒരു ചെറിയൊരു ലോസ് വന്നിട്ടുണ്ടായിരുന്നു, ഒരു -1.9. അപ്പോൾ എന്താ പറയുക, നമ്മുടെ ലിമിറ്റഡ് ആയിട്ടുള്ള ചെറിയ ലോസാണ് അവിടെ വരുന്നത്. പ്രോഫിറ്റ് വരുമ്പോഴും ഇവിടെ നമുക്കൊരു ചെറിയ പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ ഓരോന്നും പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും നമ്മൾ ഇവിടെ ഈ ചാനൽ ഷെയർ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ജസ്റ്റ് ഡിസ്കോഡിൽ ജോയിൻ ചെയ്തിട്ട് അവിടെ ഓരോ കാര്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ആൻഡ് എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള സ്ട്രാറ്റജി എക്സ്പയറി ഡേയ്സിനൊക്കെ വന്നാൽ അത് നമ്മൾ മാക്സിമം ഇവിടെയൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. ആൻഡ് അതാണ് അപ്പോൾ ഡിസ്കോഡിൽ വരുന്നത് മാക്സിമം. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ സ്ട്രാറ്റജി വർക്കാവുന്നത് എന്നുള്ളത് കാര്യം നോക്കാം. ആൻഡ് അതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് വർക്കാവുന്നത് എന്നുള്ളത് കാര്യം നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് മാർക്കറ്റ് നല്ലൊരു ബ്രേക്ക് ഔട്ട് തന്നു, വീണ്ടും ഒരു കൺസോൾട്ടേഷനിൽ പോകുന്നു. വീണ്ടും ഇതൊരു ലിക്വിഡിറ്റിൻ്റെയും കൂടിയാണ്. അപ്പോൾ ഫസ്റ്റ് ലിക്വിഡിറ്റീനെ ഞാൻ മാറ്റി നിർത്താണ്. ജസ്റ്റ് ഒരു ബൈ ആൻഡ് സെല്ലിൻ്റെ മാത്രമാണ് ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് എന്തായി, മാർക്കറ്റ് ഒന്ന് ഫോളായി, വീണ്ടും ഇവിടെ നല്ലൊരു സപ്പോർട്ട് ചെയ്യുന്നു. മാർക്കറ്റ് ഒരു ഇൻഡിസിഷൻ ക്യാൻഡിൽ ഫോം ചെയ്യുന്നു. ഇവിടെ ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലിന് ശേഷം ഒരു ബൈയിങ് ക്യാൻഡിൽ വരുന്നു. അപ്പോൾ മാർക്കറ്റ് ഒന്ന് റിവേഴ്സ് ആകും എന്നുള്ളതാണ് നിങ്ങളുടെ മൈൻഡെങ്കിൽ, മാർക്കറ്റ് റിവേഴ്സ് ആവാനുള്ളൊരു ചാൻസാണ് എന്നുള്ളത് എങ്കിൽ ഇവിടെ നമുക്ക് എന്താക്കാം, ഇവിടെ ഈ ലെവൽ വരുമ്പോഴത്തേക്കും മാർക്കറ്റ്, അതായത് ഈ ഒരു ലെവൽ വെച്ചിട്ട് ഓൾമോസ്റ്റ് എത്രയാണ് അതിൻ്റെ പോയിൻ്റ് വരുന്നത് നോക്കട്ടെ, 24,100 എന്നൊക്കെ വെക്കുക. 100ൻ്റെ നിയർ ബൈ വെച്ചിട്ട് ഒരു 24,300 പ്ലസ് ആണ് നമ്മൾ പോകാൻ ഇരിക്കുന്നത്. മീൻസ് ഒരു അസംഷനാണ് ഞാനിപ്പോൾ പറയുന്നത്. 24,300 പ്ലസ് പോകും എന്നാണ്. കാരണം ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് പോകും എന്നാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളുടെ സ്ട്രാറ്റജി, അതായത് സെൻസിബിളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ സെൻസിബിളിൽ പോവുക. 24,300ൻ്റെ ഇവിടെ ഞാനെല്ലാം ക്ലിയർ ചെയ്യാണ്. ഫസ്റ്റ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി നോക്കാം. ഓക്കെ, സ്ട്രാറ്റജി ബിൽഡറിൽ പോവുക. നിങ്ങളുടെ മേളിലെ സ്ട്രൈക്ക് എപ്പോഴും നിങ്ങൾ ഏത് സൈഡിലേക്കാണോ പോകുന്നത്, അല്ലെങ്കിൽ എവിടെ വരെയും പോകാൻ അറ്റ്ലീസ്റ്റ് പറ്റും എന്നുള്ളത് ഒരു ബൈ കൊടുക്കുക. അപ്പോൾ 24,300 ബൈ കൊടുക്കുക. നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ ഇതിലേത് സ്ട്രൈക്കിൽ, ഇപ്പോൾ 24,300 എടുത്തു, 24,350 സെൽ ചെയ്തു. 24,300 മാത്രമാണെങ്കിൽ നമുക്ക് നോക്കാം നമ്മുടെ ഓൾമോസ്റ്റ് എത്രയാണ് വരുന്നത്, നമ്മുടെ ലോസ് വരുന്നത് ആ ഫുൾ എമൗണ്ട് ലോസാണ്. നമ്മുടെ 1,128 100% നമുക്ക് അവിടെ ലോസാണ് വരുന്നത്. അതിന് പകരം നമ്മൾ എന്താകുന്നുണ്ട്, ഒരു സ്ട്രൈക്കും കൂടി നമ്മളതിന് ആ ലോസിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്. അവിടെ വെച്ചിട്ട് 350 ആണ് നിയർ ബൈ സ്ട്രൈക്ക് ആണെങ്കിൽ നമ്മുടെ ലോസ് അവിടെ ലിമിറ്റ് ചെയ്തിട്ടുണ്ട്.
അതോടൊപ്പം തന്നെ പ്രോഫിറ്റ് ലിമിറ്റായിട്ടുണ്ട്. 8% പ്രോഫിറ്റും ഇവിടെ വരുന്നത് 2% -2% ലോസാണ് വരുന്നത്. സോ അവിടെ നമുക്ക് പ്രോഫിറ്റും ലോസും ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് അതിൻ്റെ ഗ്രാഫിക്കൽ ഇതായിട്ട് കാണാനും കഴിയുന്നുണ്ട്. ഇവിടെ നമുക്ക് നമ്മൾ പ്രോഫിറ്റ് ആവുന്നത് ഏത് ലെവലിലായിരിക്കും, അതിൻ്റെ ബ്രേക്ക് ഓൺ ലെവൽ എന്ന് പറയുന്നത് 310 വരുമ്പോൾ നമ്മൾ അവിടെ എന്താവും പ്രോഫിറ്റിലേക്ക് കിടക്കും മാർക്കറ്റ് അത് ബ്രേക്ക് ചെയ്യുമ്പോൾ. പിന്നെ ഓരോ ലെവലും 320 ഒക്കെ ആകുമ്പോഴത്തേക്കും പ്രോഫിറ്റ് കൂടിക്കൊണ്ടിരിക്കും. വൺസ് 350യുടെ മേളിലേക്ക് വന്നാൽ നമ്മൾ മാക്സ് പ്രോഫിറ്റിലേക്ക് എത്തി എന്നുള്ളത് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് കുറച്ചും കൂടി നമ്മൾ ബുള്ളിഷാണ് എങ്കിൽ ഒരു പടിയും കൂടി മേളിലേക്ക് പോകാം. കാരണം 24,400 എന്ന റേഞ്ച് നോക്കാം. അവിടെ നമുക്ക് കുറച്ചും കൂടി അധികം പ്രോഫിറ്റ് കിട്ടും. അതുപോലെ തന്നെ ഓരോ സ്ട്രൈക്ക് കൂടുന്തോറും നമ്മുടെ പ്രോഫിറ്റും നമ്മുടെ റിസ്ക്കും കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ നോക്കുക, മാക്സിമം ഒരു 100 തന്നെയാണ് ഞാൻ മാക്സിമം എപ്പോഴും പറയാറുള്ളൂ. മാക്സിമം 100ൽ നോക്കിയാൽ മതി. കാരണം അവിടെ വരുന്ന റിസ്ക് റിവാർഡ് നല്ല രീതിയിലുള്ള വ്യത്യാസം വരാറുണ്ട്. 2 ഓൾമോസ്റ്റ് 3%-ന് 17% നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് 2 സ്ട്രൈക്കിൽ, അതായത് ഒരു ബൈ ലെഗും ഒരു സെൽ ലെഗിലും കൂടി നമുക്ക് എത്ര കിട്ടുന്നുണ്ട്, ഓൾമോസ്റ്റ് വൺസ് അതിൻ്റെ ബ്രേക്ക് ഈവൺ വരുന്നത് 315 ആണ്. നേരത്തെ 310 ആയിരുന്നു. ഇപ്പോൾ കുറച്ചും കൂടി ഒരു 5 പോയിൻറ്റ്സും കൂടി അവിടെ നമുക്ക് കൂടി വന്നിട്ടുണ്ട്. മാക്സിമം മാർക്കറ്റ് ബുള്ളിഷ് ആണെങ്കിൽ അതിൻ്റെ ഈസി ആയിട്ട് അതിൻ്റെ മുകളിലേക്ക് കയറി പോകും. അപ്പോൾ നമുക്ക് അധികം റിസ്ക് ഇല്ലാണ്ട് നമുക്ക് എന്താക്കാം, ഈ ഒരു ട്രേഡിനെ നമുക്ക് ഹോൾഡ് ചെയ്യാം. കാരണം നമ്മുടെ ലോസ് നമ്മൾക്ക് ലിമിറ്റ് ചെയ്തു എന്നുള്ള കാര്യം നമുക്ക് അതിൽ നിന്ന് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് എന്താക്കുന്നത്, അതായത് ഇവിടെ വരുന്നത് ഏത് ലെവലിൽ നമ്മൾ ബൈ ചെയ്യണമെന്നും ഏത് ലെവലിൽ നമ്മൾ സെല്ല് ചെയ്യണമെന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ്. മീൻസ് ഇപ്പോൾ മാർക്കറ്റ് ഇങ്ങനെ താഴേക്ക് വീഴുമ്പോൾ റീബൗണ്ട് കാണിക്കുന്നുണ്ട്, വീണ്ടും അവിടെ വരുന്നുണ്ട്, പിന്നെയും ഒരു റീബൗണ്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ മാർക്കറ്റിന് ഒരു ബുള്ളിഷ് സെൻറ്റിമെൻറ്റ് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ നെക്സ്റ്റ് റെസിസ്റ്റൻസിൽ, അപ്പോൾ മാർക്കറ്റ് എന്തായാലും റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനാണെങ്കിൽ ആ റെസിസ്റ്റൻസിൽ അവിടെ വെച്ചിട്ട് നിങ്ങളൊരു ബൈ എടുക്കുക. അപ്പോൾ ലോസ് എപ്പോഴും ലിമിറ്റ് ചെയ്ത് തന്നെ ഇരിക്കും. അങ്ങനെയാണ് നമ്മൾ എന്താക്കുന്നത്, ഒരു ലോസ്, അതായത് ഒരു ബൈ എങ്ങനെയാണ് ഒരു ബൈയും ഒരു സെല്ലും കൊടുക്കുന്നത്. ഇതിൻ്റെ നമ്മൾ ഈ ഒരു ഡിസ്കോഡ് ചാനലിൽ നമ്മൾ എല്ലാ കാര്യങ്ങളിലും മിക്ക പൊസിഷണൽ ട്രേഡ്സിലാണ് അധികം നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് അതിൻ്റെ ബൈയും സെല്ലൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ലാസ്റ്റ് നിഫ്റ്റിയുടെ എക്സ്പയറിക്ക് ഒരു പുട്ട് ഓപ്ഷൻ്റെ ഒരു ചെറിയ റിവേഴ്സ് ട്രേഡാണ്. പുട്ട് ഓപ്ഷനിൽ അങ്ങനെ ചെയ്യാം, സെല്ല് കൊടുക്കാം. അത് നമുക്കൊരു 2.1% പ്രോഫിറ്റ് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഓരോന്നും അത് കഴിഞ്ഞ് പിന്നെ അത് മാക്സ് പ്രോഫിറ്റിലേക്ക് പോയി തോന്നുന്നുണ്ട്. അതിൻ്റെ മാക്സ് 6% ഓൾമോസ്റ്റ് അത് പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളൊരു കവേർഡായിട്ട്, അതായത് നമ്മുടെ ക്യാപിറ്റലിനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് നമ്മളെന്താക്കുക, എപ്പോഴും ട്രേഡിൽ നോക്കുക. വൺസ് ഞാൻ ആ ട്രേഡ് എൻട്രി ആകുമ്പോൾ ഞാനത് പറയും മാക്സ് ലോസ് 5% ആണ്, മാക്സ് പ്രോഫിറ്റ് എന്നുള്ളത് 5%. അപ്പോൾ 1:1 ട്രേഡാണ് അത് വരുന്നത്. ചില ട്രേഡ് 1:2, 1:3, അല്ലെങ്കിൽ ചിലപ്പോൾ അതിലും നല്ല രീതിയിലുള്ള പ്രോഫിറ്റിലൊക്കെ പോകാറുണ്ട്. അങ്ങനെ അതായത് ലോസ് വന്നാൽ നമുക്ക് അവിടെ ലിമിറ്റ് ചെയ്ത് പോകാറുണ്ട്. അപ്പോൾ ഇതെല്ലാം ഡിസ്കൗണ്ടിൽ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. ആൻഡ് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ആയിട്ട് കുറച്ചും കൂടി പ്രത്യേകിച്ച് നിങ്ങൾ ഒരു ഓപ്പണിങ്, ഒരു ബിഗിനേഴ്സ് ആണെങ്കിൽ മാക്സിമം അത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ നോക്കുക. ഇനി നമുക്ക് അതിൻ്റെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഒന്നും കൂടി നോക്കിയേക്കാം. ഇതാണ് ബുൾ കോൾ സ്പ്രെഡിൽ മാത്രമല്ല എല്ലാത്തിലും. ഇപ്പോൾ താഴേക്ക് വരികയാണെങ്കിൽ ബിയർ പുട്ട് സ്പ്രെഡ് എന്ന് പറയുന്ന സംഭവമുണ്ട്. താഴേക്ക് പുട്ട് ബൈ ചെയ്യുക, ആൻഡ് അതോടൊപ്പം തന്നെ ഒരു പുട്ടിൻ്റെ അടുത്ത നെക്സ്റ്റ് ലെഗ് ഒന്ന് സെല്ലും ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ ഇമ്പോർട്ടൻസ് നോക്കാം. സ്റ്റോക്ക് പ്രൈസ് ഇൻക്രീസസ് വിത്ത് അതായത് പ്രോഫിറ്റ് ഇൻക്രീസസ് വിത്ത് സ്റ്റോക്ക് പ്രൈസ് എന്നാണ്. അപ്പോൾ പ്രോഫിറ്റ് നമുക്ക് എന്താവും, മേളിലേക്ക് വരുന്നവരും പ്രൈസ് ഇൻക്രീസ് ആവും. സെയിം തന്നെ താഴേക്ക് പുട്ട് ഓപ്ഷനിലാണ് അങ്ങനെ വരുന്നത്. അഡ്ജസ്റ്റ് ടു ബാലൻസ് പ്രോഫിറ്റ്, റിസ്ക് റിവാർഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. അതിൻ്റെ ബെസ്റ്റ് ഇവിടെ വരുന്നത് നമുക്ക് നിയർ എക്സ്പയറി എപ്പോഴും എടുക്കാൻ നോക്കുക. അവിടെ ആയിരിക്കും നമുക്ക് മാക്സിമം റിസ്ക് റിവാർഡിൽ കിട്ടുന്നത്. ആൻഡ് പാസേജ് ലോ തീറ്റ ഡിക്ക് ഇമ്പാക്റ്റ് ആണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം കണ്ടു അല്ലേ, 1000 പ്രോഫിറ്റ് ചെയ്യുന്ന 1000 അടുത്ത് ലോസ് വരുന്നത് നമുക്ക് 300 or 200 ഒക്കെ ആയി നമ്മുടെ ഫുൾ എൻറ്റയർ ക്യാപിറ്റൽ നമുക്ക് അവിടെ നഷ്ടപ്പെടുന്നില്ല. പിന്നെ നമുക്ക് എല്ലാ രീതിയിലും ചെയ്യാം. ലോ കോസ്റ്റ്, അതായത് ബൈ OTM, ഡീപ്പ് സെൽ OTM ചെയ്യാം, ബൈ ATM ചെയ്യാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി റിസ്ക് കൂടും. ATM ചെയ്യുമ്പോൾ കുറച്ചും കൂടി റിസ്ക് കൂടും. ആൻഡ് അതനുസരിച്ചാണ്, കാരണം പ്രീമിയം കൂടുമ്പോൾ അനുസരിച്ച് അതിൻ്റെ റിസ്ക് കൂടും. അപ്പോൾ ഓരോരുത്തർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന റിസ്കിലേക്ക് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊണ്ടുവരാം. മിനിമം നമ്മൾ ഏത് ലെവലിൽ വരെയും പോവും എന്നുള്ളത് നമ്മൾ ഒന്ന് എപ്പോഴും വാച്ച് ചെയ്യുക. ബൈ ITM, സെൽ OTM ചെയ്യാം. കോസ്റ്റ് കുറച്ചധികം കൂടാൻ, ലോവർ പ്രോഫിറ്റ് ആയിരിക്കും, പക്ഷേ ബ്രേക്ക് ഈവൺ കുറച്ചധികം കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ബ്രേക്ക് ഈവൺ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ അറിയാം, നമ്മൾ 24,100 നിൽക്കുമ്പോൾ 24,300 ആയിരുന്നു. പക്ഷേ മാർക്കറ്റ് ഓവറോൾ ബുള്ളിഷ് ആണെങ്കിൽ നമുക്ക് റിസ്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ട് മേളിലേക്കുള്ള വ്യൂ എടുക്കണമായിരിക്കും.
എപ്പോഴും നല്ലത്. പിന്നെ അതൊക്കെയാണ്. അപ്പോൾ ഗ്യാപ്പ് ബിറ്റ്വീൻ സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ ഹൈ കോസ്റ്റ് ആണ്, ഹയർ ലോസ് ആണ്, ഹൈ പ്രോഫിറ്റ് ആണ്. ഇതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഓരോ ഗ്യാപ്പ് കൂടുന്തോറും ഹൈ കോസ്റ്റ് വരും, ഹയർ ലോസ് വരും, ഹൈ പ്രോഫിറ്റ് വരും. ആൻഡ് അതോടൊപ്പം തന്നെ ഡിഫിക്കൽട്ട് ടു ബ്രേക്ക് ഈവൺ ആണ്. ലോവർ POP, അതായത് പ്രോഫിറ്റ് ഓഫ് പ്രോബബിലിറ്റി അവിടെ ചിലപ്പോൾ കുറഞ്ഞായിരിക്കും നിൽക്കുന്നത്. പിന്നെ റിസ്ക് റിവാർഡ് അവിടെ എപ്പോഴും കൂടുതലായിരിക്കും. ലോ ഡിസ്റ്റൻസിലാണെങ്കിൽ വരുന്നത് ലോ കോസ്റ്റ് ആയിരിക്കും, ചെറിയ കോസ്റ്റ് ആയിരിക്കും. ലോസ് അവിടെ നമുക്ക് എന്താ പറയുക, മീൻസ് താഴേക്ക് അധികം വന്നില്ല എങ്കിൽ പ്രോബബിലിറ്റി അവിടെ താഴേക്ക് വീഴാനുള്ള ചാൻസ് കുറവാണ്. ലോസ് മേ ബി കുറച്ച് കൂടുതൽ തന്നെ വരാനുള്ള ചാൻസ് ഉണ്ട്. പ്രോഫിറ്റ് അവിടെ കുറവാണ്. ഈസി ടു ബ്രേക്ക് ഈവൺ പെട്ടെന്ന് തന്നെ ആവാനുള്ള ചാൻസ് ഉണ്ട്. പ്രോബബിലിറ്റി POP കുറച്ചും കൂടി അധികം കൂടി നിൽക്കും. റിസ്ക് റിവാർഡ് റേഷ്യോയും ലോവർ റിസ്ക് റിവാർഡ് ആയിരിക്കും. ഒരുപാട് വലിയ പ്രോഫിറ്റ് ഒന്നും കിട്ടാനുള്ള ചാൻസ് ഇല്ല. ഇതാണ് അതിൻ്റെ ഓവറോൾ എന്ന് പറയുന്നത്. ഇത്രയൊക്കെ ഉള്ളൂ കമ്പാരിസൺ എന്ന് പറയാനായിട്ട്. അപ്പോൾ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ DK ആൻഡ് അതുപോലത്തുള്ള കാര്യങ്ങൾ ഇപ്പോൾ മാർക്കറ്റിൽ പെട്ടെന്നൊരു ഫോള് താഴേക്ക് സംഭവിച്ചാലും നമുക്ക് അവിടെ വലിയൊരു നഷ്ടം നമുക്ക് സംഭവിക്കാനില്ല. അവിടെ നമ്മൾ എന്താക്കാം, ഒരു സപ്പോർട്ടുണ്ട് അവിടെ, ഒരു സെല്ലഗിൻ്റെ ഒരു സപ്പോർട്ട് അവിടെ കിട്ടാനുണ്ട്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ലോസ് എത്രയാണ് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരുപാട് പാനിക് ആവാനുള്ള ചാൻസ്, ഇമോഷണലി നമ്മൾ വീക്ക് ആവാനുള്ള ചാൻസ് ഒന്നും അവിടെ ഇല്ല. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നെക്സ്റ്റ് ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ടല്ലോ, അപ്പോൾ അതിന് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി ഒരു വീക്ക് നമ്മൾ അത്രയും റിസ്ക് എടുക്കുന്നുള്ളൂ എന്നുള്ളത് നമുക്ക് അവിടെ കിട്ടും. അപ്പോൾ നെക്സ്റ്റ് മൂവ് ചറപറ ഒന്ന് വരാണ്ട് നമ്മൾ നെക്സ്റ്റ് മൂവിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ അടുത്തൊരു സ്ട്രാറ്റജി പ്ലാൻ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡിംഗ് ജേർണി കൊണ്ടുവരാൻ പറ്റും. നിങ്ങൾ ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ പോകാൻ നോക്കുക. എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. ആൻഡ് ഡിസ്കോഡിലും ഒക്കെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതുപോലുള്ള ട്രേഡ്സ് വരുമ്പോൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആ ട്രേഡിൽ എടുക്കാനും പറ്റും, ഷെയറൊക്കെ ചെയ്യണമെങ്കിൽ. ആൻഡ് എപ്പോഴും ട്രേഡ് നിങ്ങളുടെ സ്വന്തം റിസ്കിൽ തന്നെയാണ്. ഞാൻ ഡിപ്ലോയ് ചെയ്യുന്നു എന്നുള്ള കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതൊക്കെ ബാക്കി നിങ്ങളുടെ റിസ്ക് റിവാർഡ് എന്ന് പറയുന്നത് അത് ഓരോരുത്തരുടെയും ഇതുപോലെ ഇരിക്കും. ആൻഡ് എനിക്ക് വരുന്ന റിസ്ക് റിവാർഡ് ആയിരിക്കില്ല വേറെ ഒരാൾക്ക് വരുന്നത്. അതൊക്കെ നിങ്ങൾ തന്നെ നോക്കിയിട്ട് മാനേജ് ചെയ്യുക. അപ്പോൾ അതൊക്കെ തന്നെയുള്ളൂ. ആൻഡ് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. മാക്സിമം നിങ്ങളുടെ ലൈക്കും സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കുകയാണ്. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.